ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കിട്ടാൻ പറ്റുന്ന ഒരു കിടിലം വെബ്സൈറ്റുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോളോവേഴ്സ്, ലൈക്സും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും. നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ 100% സേഫാണ് മച്ചാന്മാരെ. കാരണം എന്താണെന്ന് അറിയോ, നമ്മൾ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ എങ്ങനെ ലോഗിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. കൃത്യമായിട്ടുള്ള ഫോളോവേഴ്സ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നേരെ നമുക്ക് ആ വെബ്സൈറ്റ് ഏതാണെന്ന് പരിചയപ്പെടാം. വെബ്സൈറ്റിലേക്ക് വരാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലല്ല കൊടുത്തിരിക്കുന്നത്, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടാസ്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കേരള ബൂസ്റ്റർ ഇൻസ്റ്റാഗ്രാം പേജ് വരും. അതിൻ്റെ ഫോളോയിങ് ലിസ്റ്റ് 25 പേരെ ഫോളോ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യണം. മച്ചാൻ എനിക്കിതിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അതുകൊണ്ട് എനിക്കിത് കാണിച്ചു തരാൻ പറ്റത്തില്ല ഇതെങ്ങനെ അൺലോക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതെങ്ങനെ അൺലോക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഉണ്ട്, അത് കാണാൻ താഴെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഈ വീഡിയോയുടെ നടുക്ക് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ പ്ലേ ആവും. എന്നിട്ട് നിങ്ങൾ ആ 1 മിനിറ്റിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണിത് കണ്ടോ, ഇതെങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോയിലുണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്താലേ ഇത് അൺലോക്ക് ആവുള്ളൂ. ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് എല്ലാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അൺലോക്ക് ആയിട്ട് ഏത് പേജിലേക്കാണ് ഫ്രീ ഫോളോസ് ഇടുന്ന പേജിലേക്കാണ് വരുന്നത്, ആ പേജ് ഏതാണെന്ന് കാണിച്ചു തരാം. അന്നേരം ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, ഇൻസ്റ്റാഗ്രാം യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും കൊണ്ട് ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യരുത്. ഒരിക്കലും ലോഗിൻ ചെയ്യാൻ പാടില്ല ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. നിങ്ങളിവിടെ ലോഗിൻ ചെയ്യേണ്ടത് ഒരു ഫേക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. അപ്പം ഈ ഒരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്യാൻ വേണ്ടി പുതിയൊരു ഫേക്ക് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ അക്കൗണ്ടിൽ ഫോളോസ് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഉറപ്പായിട്ടും ഒറിജിനൽ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഫോളോവർ കിട്ടും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫേക്ക് അക്കൗണ്ടാണ് ഇതിൽ ലോഗിൻ ചെയ്യേണ്ടത്, ഒറിജിനൽ അക്കൗണ്ട് ഒരിക്കലും ലോഗിൻ ചെയ്യരുത്. അപ്പോൾ ഫസ്റ്റ് ബോക്സ് യൂസർ നെയിം എന്നുള്ള ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു. രണ്ടാമത്തെ ബോക്സിൽ എൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്യട്ടെ. മച്ചന്മാരെ, അങ്ങനെ ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും താഴെ കാണുന്ന ലോഗിൻ എന്നുള്ള ബട്ടനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ആവാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാതെ ഇങ്ങനെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ലോഗിൻ ആവുന്നതാണ്, നമുക്ക് വെയിറ്റ് ആക്കാം. അങ്ങനെ മച്ചന്മാരെ, നമുക്കിവിടെ നമ്മുടെ ഫേക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. നമുക്കിവിടെ കൂട്ടാൻ പറ്റുന്ന എന്തൊക്കെയാണ് നോക്കുക, 40 ഫോളോവർ കൂട്ടാം, 40 ലൈക്സ് കൂട്ടാം, 40 വ്യൂസ് കൂട്ടാം. അതേപോലെ നമ്മളിപ്പോൾ ഒരു വട്ടം ഫോളോവർ കൂട്ടിയാൽ പിന്നെ 1 അവർ കഴിഞ്ഞിട്ടേ ഈ സെയിം ഫേക്ക് അക്കൗണ്ട് വെച്ച് പിന്നെയും നമുക്ക് ഈ സൈറ്റിൽ നിന്ന് കൂട്ടാൻ പറ്റൂ. അപ്പം തന്നെ പിന്നെയും കൂട്ടണമെന്ന് തോന്നുവാണെങ്കിൽ പുതിയ ഫേക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അന്നേരം ഞാനിനി ഫോളോവർ കൂട്ടി കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങളിവിടെ ഫോളോവർ ക്രെഡിറ്റ്സ് എന്ന് എഴുതിയേക്കുന്നിടത്ത് എനിക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് വർക്കാവും നോക്കട്ടെ. അവിടെ അല്ല നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതായത് മച്ചന്മാരെ, നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. നിങ്ങൾ താപ്പോട്ട് നീക്കി വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാം സർവീസ് എന്നുണ്ട് അല്ലേ. ഇൻസ്റ്റാഗ്രാം സർവീസിൻ്റെ താഴെ തന്നെ ഗോ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ആ ഒരു ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ വരും. ഇവിടെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 40 ക്രെഡിറ്റ്സ്, അതിൻ്റെ അർത്ഥം 40 ഫോളോവർ കൂട്ടാന്നാണ്. ജസ്റ്റ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് ലോഡായി വരും മച്ചാന്മാരെ. ഇങ്ങനെ തന്നെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം അടിക്കാനുള്ള ഒരു ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഫോളോവറിനെ കൂട്ടേണ്ട ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായല്ലോ, നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് സേഫാണ്. എന്തുകൊണ്ട്? നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് നമ്മൾ എങ്ങും ലോഗിൻ ചെയ്തില്ല. ഫോളോവേഴ്സ് കൂട്ടുന്ന നേരത്ത് വെറും യൂസർ നെയിം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം കേട്ടോ, എന്നാലേ ഫോളോവർ കയറൂ. അപ്പോൾ ഇവിടെ തെറ്റാതെ തന്നെ ഫോളോവേഴ്സ് കൂട്ടേണ്ട ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസർ നെയിം കൃത്യമായിട്ട് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ എമൗണ്ട് എന്നുള്ള ബോക്സിൽ 10 ആയിരിക്കും കിടക്കുന്നത്. ആ 10 അവിടെ നിന്ന് മാറ്റുക, എന്നിട്ട് 40 ആക്കുക. നമുക്ക് 1 ക്ലിക്ക് 40 ഫോളോവറാണ് കിട്ടുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെൻഡ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 40 ഫോളോവറിന് ഓർഡർ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരുപാട് നേരമൊന്നും എടുക്കത്തില്ല, അപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇൻക്രീസ് ആവുന്നതാണ്. അല്ല, കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറുന്നതാണ്. പിന്നെ അതേപോലെ ഇനി ഫോളോവർ ഈ ഒരു സൈറ്റ് വഴി കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 അവർ കഴിഞ്ഞ് പിന്നെയും ട്രൈ ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മളിപ്പോൾ ജസ്റ്റ് മേലോട്ട് നീക്കിയിട്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാം ലൈക്സ് കൂട്ടണമെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ലൈക്സ് എന്നുള്ള സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ
താഴോട്ട് നീക്കി വന്നാൽ ഇവിടെ പോസ്റ്റ് ലിങ്ക് കൊടുക്കുക. പോസ്റ്റ് ലിങ്ക് കൊടുത്തിട്ട് താഴെ എത്ര ലൈക്കാണ് വേണ്ടത് അതവിടെ എൻ്റർ ചെയ്യുക. 40 എൻ്റർ ചെയ്യുക. എന്നിട്ട് സെൻഡ് ഇൻസ്റ്റാഗ്രാം ലൈക്ക് എന്ന് കൊടുത്താൽ ലൈക്ക് നിങ്ങൾക്ക് കയറുന്നതാണ്. ഓക്കെ, അപ്പം അത്രയുള്ളൊരു കിടിലം ഒരു വെബ്സൈറ്റാണ്. അപ്പം ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു പണിയൊന്നും എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്കിവിടെ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഫോളോസ്, ലൈക്സ്, വ്യൂസൊക്കെ വാങ്ങാൻ പറ്റും പൈസ കൊടുത്ത്. അതിനുവേണ്ടി താഴെ കാണുന്ന വാച്ച് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ മച്ചാന്മാരെ, എന്തായാലും ഇതിൽ നല്ല കിടിലം വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബൈ മച്ചാന്മാരെ.